കണ്ണൂർ താഴെചൊവ്വ ഇളയാവൂർ റോഡിൽ വെള്ളക്കെട്ട്, കക്കാട് പള്ളിപ്പുറം റോഡിലും വെള്ളക്കെട്ടുണ്ടായി. ഇളയാവൂരിൽ വീടുകളിലും വെള്ളം കയറി. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്താണ് ജില്ലയിലെ പൊതുവായ സാഹചര്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. കക്കാട് പുഴ കരകവിഞ്ഞ് അതുവഴി കക്കാട് പള്ളിപ്പുറം റോഡ് ഏതാണ്ട് ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളയാവൂരിലാണ്. ഇളയാവൂരിൽ താഴെചൊവ്വ ഇളയാവൂർ റോഡ് ഒരു ഭാഗം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. മിക്കവാറും ചെറുതോടുകളൊക്കെ കരകവിഞ്ഞിട്ടുണ്ട്. ഈ വയൽ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നേരെ എതിർഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം ഭാഗികമായിട്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടല്ലോ ചേട്ടാ? തടസ്സപ്പെടാറുണ്ട്. വീടുകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? മഴ എങ്ങനെ തുടർന്നാൽ കൂടുതൽ വെള്ളം കയറുന്ന രീതിയാന്ന് തോന്നുന്നല്ലേ? അതെ. അതുപോലെ തന്നെ ദേശീയപാത തൊട്ടടുത്ത് തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലം. അവിടെയും ഇളയാവൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഈ വീട്ടിലേക്കൊക്കെ പോയാൽ ഇവിടെയും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലൊക്കെ ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ സുരക്ഷിതമായ സാഹചര്യമാണ്. ആളുകളെ വലിയ തോതിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ല എന്നാണ് ജില്ല. പക്ഷേ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ കാണാം. വീടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ മേഖലയിൽ മിക്കവാറും ഇടങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളുള്ള മേഖലകളിലടക്കം വിവിധ ഇടങ്ങളിൽ കാര്യമായി തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. വെള്ളം കയറുന്നു. മിക്കവാറും തോടുകൾ കരകവിഞ്ഞിട്ടുണ്ട്. വളപട്ടണം പുഴയിലടക്കം വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മണൽ, ചാൽ അടക്കമുള്ള മേഖലകളിലും വെള്ളക്കെട്ടുണ്ട്. അപ്പം മലയോര മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ, വീടുകൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്ന റിപ്പോർട്ടുകളും പാനൂർ, പയ്യന്നൂർ, ആലക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ വെള്ളം സ്ഥിരമായിട്ട് കയറുന്ന മേഖലയാണോ? കല്ലൂരിൽ മഴ പെയ്താൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലേ? എല്ലായിടത്തും അതുവഴിയുള്ള ഗതാഗതം കുറച്ച് ബുദ്ധിമുട്ട്. വെള്ളം കയറും, ബൈക്കിലെല്ലാം വെള്ളം കയറലുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇതുവഴി ഇപ്പോൾ ഗതാഗതം സാധ്യമാകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ ഇതുവഴിയൊക്കെ വാഹനം കടന്നു പോകുന്നതിനൊക്കെ പ്രയാസം ഉണ്ടാകുന്നു. വലിയ തോതിൽ ശക്തമായ മഴ, അതായത് ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ അതിശക്തമായ മഴ കണ്ണൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ തുടരുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വീടിൻ്റെയൊക്കെ ഏതാണ്ട് കുറേ അധികം ഭാഗങ്ങളിലേക്ക് വെള്ളം ഇതിനകം കയറിയിട്ടുണ്ട്. കുറച്ച് താഴ്ന്ന മേഖലയാണ് ഇവിടം. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി കാര്യമായി തന്നെ ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ആ വീടിൻ്റെ ഏതാണ്ട് കുറേയധികം ഭാഗം മുങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുപോലെ ജില്ലയുടെ വിവിധ ഇടങ്ങൾ മലയോര മേഖലയിലാണ്. ഈ വീട്ടിലുള്ള ആളുകളെ മാറ്റിയോ? അവരെങ്ങോട്ടാ പോയേ? മറ്റൊരു വീട്ടിലേക്ക് മാറി. മറ്റൊരു വീട്ടിലേക്ക്, അതായത് ഈ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീട്ടിൽ ഇപ്പോൾ വാസയോഗ്യമല്ലാത്ത നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവർ അടുത്ത ബന്ധുവീട്ടിലേക്ക് തൽക്കാലത്തേക്ക് മാറി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. വിവിധ ഇടങ്ങളിൽ എവിടെ അങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മലയോര മേഖലയിൽ അതിശക്തമായ മഴയുണ്ട്. ജില്ലാ ഭരണകൂടം കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. വിനോദസഞ്ചാര മേഖല, അങ്ങോട്ടുള്ള വിനോദസഞ്ചാരത്തിനായുള്ള യാത്ര ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലും ചാൽ ബീച്ച്, പഴയങ്ങാടി, ചൂട്ടാട് അടക്കമുള്ള തീരദേശ മേഖലയിലും വലിയ തോതിൽ കടലാക്രമണ സാധ്യതയും ഒക്കെ ഉണ്ട്. അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ അതിശക്തമായ മഴയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് പൂർണ്ണമായും തന്നെ ശക്തമായ മഴ എല്ലായിടങ്ങളിലും തുടരുന്നുണ്ട്. ഇപ്പോഴും എല്ലായിടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ ജലനിരപ്പ് തോടുകളിലും പുഴകളിലുമൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുന്ന സാഹചര്യമാണുള്ളത്. പലയിടത്തും വലിയ തോതിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. ഒപ്പമാണ് മട്ടന്നൂരിൽ ഇന്നലെ വൈകിട്ട് കോളാരിയിൽ വീട്ടമ്മ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോളാരി സ്വദേശിനിയായ 51-കാരി കുഞ്ഞാമിനെയാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. അവർ വയലിലൂടെ പോയതായിരുന്നു. ആ ഘട്ടത്തിലാണ് അബദ്ധത്തിൽ വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാർ കണ്ടത്, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബന്ധുക്കളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് മട്ടന്നൂർ കോളാരി മേഖലയിലാണ്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കവാറും ജലനിരപ്പ് ഉയരുന്നു. വെള്ളക്കെട്ട് കാര്യമായി തന്നെ രൂപപ്പെടുന്ന സാഹചര്യമാണ്. ഗതാഗത തടസ്സം അടക്കം ഉണ്ട്. വേണം. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.